അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിജയികളുടെ 7 ശീലങ്ങളിൽ നിന്ന് 4 ശീലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് വഴി നമ്മളെ അറിയിക്കാനൊക്കെ മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിജയികളുടെ 4 ശീലങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതൊക്കെ പോയി കാണുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. വിജയികളുടെ 7 ശീലങ്ങളിൽ നിന്ന് ഒന്ന് പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അന്ത്യം മുന്നിൽ കണ്ടു തുടങ്ങുക എന്നുള്ളൊരു ശീലമായിരുന്നു. മൂന്നാമത്തേത് മുൻഗണനാക്രമം എന്ന ശീലമായിരുന്നു. നാലാമത്തേത് ഞാൻ വിജയിക്കണമെന്നുള്ള ചിന്ത എന്നുള്ളതായിരുന്നു. ഇനി 5-മത്തേത് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ശീലം എന്നതാണ്. മനുഷ്യൻ കേൾവിയുള്ളവനാണ്. കേൾക്കുന്നതെല്ലാം മനസ്സിലാക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരിക്കണമെന്നില്ല. പലരും കേൾക്കുന്നത് എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടിയാണ്. മറുപടി പറയാൻ വേണ്ടി കേൾക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ വേണ്ടി കേട്ടു ശീലിക്കുക. ഇത് ഉന്നതരുടെ ശീലമാണ്. കേൾക്കാതെ മൂളുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വാർത്താവിനിമയത്തിൽ വാക്കിന് 10%, ശബ്ദത്തിന് 10%, അതുപോലെ ബോഡി ലാംഗ്വേജ് ശരീരഭാഷയ്ക്ക് 60% പങ്കുണ്ട്. ഈ സത്യം മനസ്സിലാക്കി പ്രവർത്തിച്ചു ശീലിക്കുന്നവരാണ് വിജയം കൈവരിക്കുന്നത്. ഇത് നേടാൻ ഫലപ്രദമായ വാർത്താവിനിമയത്തെക്കുറിച്ച്, അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ വാർത്താവിനിമയ നൈപുണ്യം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയോ വേണം. 6-മത്തേതായി പറയുന്നത് സഹകരണ സമ്പാദ്യശീലം എന്നുള്ളതാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ കാര്യങ്ങൾ നേടുന്നതിന് മറ്റുള്ളവരുടെ സഹകരണം ആവശ്യമാണ്. ഒറ്റക്ക് ഒന്നും നേടാൻ കഴിയില്ല. സഹകരണം നേടുന്നതിന് വാർത്താവിനിമയത്തിന് അതിമഹത്തായ പങ്കാണുള്ളത്. സഹകരണവും സഹായവും ലഭിക്കത്തക്ക വിധം വാർത്താവിനിമയം നടത്തുകയെന്നത് വിജയികളുടെ ശീലമാകുന്നു. ഒരു നേതാവ് വിജയിക്കണമെങ്കിൽ അനുയായികൾ സഹകരിക്കണം. ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ രക്ഷിതാക്കളും അധ്യാപകരും സഹപാഠികളും സഹകരിക്കണം. ഫുട്ബോൾ പോലുള്ള കളികളിൽ വിജയിക്കണമെങ്കിൽ ആ ടീം അംഗങ്ങൾ സഹകരിക്കണം. അതുപോലെ ഈ ചാനൽ വിജയിക്കണമെങ്കിൽ നിങ്ങളൊക്കെ സഹകരിക്കണം. തൻ്റെ വിജയത്തില് മറ്റുള്ളവരുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന ബോധം വിജയാർത്ഥിക്കുണ്ടായിരിക്കണം. ഇനി 7-മതായി പറയുന്നത് വാള് മൂർച്ചയാക്കുന്ന ശീലം എന്നാണ്. എന്താണ് ഈ വാള് മൂർച്ചയാക്കുന്ന ശീലം? ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ, സാമൂഹ്യ മേഖലകളിൽ ശക്തി വർദ്ധിപ്പിക്കുകയെന്ന ശീലമാണിത്. ശാരീരിക യോഗ്യത വർദ്ധിക്കണം, മാനസിക നൈപുണ്യം വർദ്ധിക്കണം, സാമൂഹ്യ വളർച്ചയുണ്ടാവണം, വൈകാരിക പക്വത വരണം. ഈ 4 മേഖലകളിലും പഠനവും പരിശീലനവും തുടരുക. എനിക്കൊന്നും ആവില്ല, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന മാനസിക ശീലം ഒഴിവാക്കുക. വിജ്ഞാനവർദ്ധനവ് വിജയത്തിന്റെ വർധനവാണ്. വിജ്ഞാനവും നൈപുണ്യവും മനോഭാവവുമാണ് മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും അവനെ തുടർത്തുന്നതും. അങ്ങനെ നമ്മൾ വിജയികളുടെ 7 ശീലങ്ങൾ 2 വീഡിയോകളിലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരം ശീലങ്ങള് വിജയത്തിലേക്കുള്ള വഴിയാണ്. അത്തരത്തിലുള്ള ശീലങ്ങളെ നമ്മൾ ശീലിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.